ഇതാരിത്? ദേവി ടീച്ചറോ? ഒരുപാട് നാളായല്ലോ ടീച്ചറിനെ കണ്ടിട്ട്. ആ മുരളി മാഷോ, എന്തുണ്ട് മാഷെ വിശേഷം? മാഷിന് സുഖമാണോ മാഷെ? ആ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ടീച്ചർക്ക് സുഖമാണോ? ടീച്ചർ ആകെ ക്ഷീണിച്ചു പോയല്ലോ ടീച്ചറെ. ഒന്നും പറയണ്ട, എനിക്ക് ഈയിടക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ വന്നു മാഷെ. പിന്നെ വേറെ എന്തുണ്ട് മാഷെ വിശേഷം? നല്ല വിശേഷം ടീച്ചറെ. ടീച്ചറിന്റെ ക്ലാസ്സിലാണ് കേട്ടോ എൻ്റെ മോളുടെ മോള് പഠിക്കുന്നത്. എന്താ കുട്ടിയുടെ പേര്? അവളുടെ പേര് അഭിരാമി എന്ന്. ഓ, അഭിരാമിയോ? മിടുക്കി കുട്ടിയാട്ടോ, നല്ല പോലെ പഠിക്കും, നല്ല മിടുക്കിയ. അപ്പൊ അവള് എൻ്റെ അടുത്ത് വന്നിട്ടൊരു കാര്യം പറഞ്ഞു ടീച്ചറെ. ഞങ്ങളുടെ ടീച്ചർ എപ്പോൾ നോക്കിയാലും കടലക്കറിയെ കുറിച്ചുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. പിന്നെ ഇടക്ക് സാമ്പാറിൻ്റെ കാര്യം പറയും. അപ്പം എനിക്ക് പിടികിട്ടിയത് ആരാണെന്ന്. ഇതാരാണ് ഈ ക്ലാസ് എടുക്കുന്ന ടീച്ചറെന്ന്. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞില്ല കേട്ടോ. അല്ല, അറിയാൻ വല്ലാണ്ട് ചോദിക്കുക, ടീച്ചർ ഇപ്പോഴും ഇതൊന്നും നിർത്തിയില്ലേ, ഈ കടലയുടെ സാമ്പാറിൻ്റെയും കാര്യം? അതെങ്ങനെ നിർത്താൻ പറ്റും മാഷെ? മാഷിനറിയാലോ, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ കടല ഉണ്ടാക്കാൻ പഠിച്ചത്, സാമ്പാർ ഉണ്ടാക്കാൻ പഠിച്ചത്. യൂട്യൂബ് നോക്കി എത്ര തവണ ഞാൻ ഉണ്ടാക്കി, പല തവണയും തെറ്റിപ്പോയി. അതിൻ്റെ പേരിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ കുരിച്ചു കയർത്തി എത്ര ഇടിയിടിച്ചിട്ടുണ്ടെന്നറിയോ? അന്ന് ഞാൻ തീരുമാനിച്ചതാ, നമ്പർ 1 കടലക്കറിയും നമ്പർ 1 സാമ്പാറും ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുക്കണമെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പോഴോ, അദ്ദേഹത്തിന് ഇപ്പോൾ കടലക്കറിയും സാമ്പാറും ഇല്ലെങ്കിൽ എന്ത് ദേഷ്യമാണെന്ന് പറയും. എല്ലാ ദിവസവും വേണം മാഷെ, കൊടുത്താലും മതിയാവില്ല. അതെന്താ അങ്ങനെ? അതെന്റെ കൈപ്പുണ്യ അങ്ങനെയാണ് മാഷെ. ഇപ്പൊ ഞാൻ നമ്പർ 1 ആയിട്ട് കടലക്കറിയും സാമ്പാറും ഉണ്ടാക്കും. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് മാഷെ. ഓ, അത് ശരി, അങ്ങനെ ആയല്ലേ. ശരി, പോട്ടെ, പിന്നെ കാണാം ടീച്ചറെ. അല്പം തിരക്കുണ്ട്. ടീച്ചർ എല്ലാ ദിവസവും നടക്കാൻ വരും? ആ, ഇടയ്ക്കൊക്കെ വരും. ശരി, കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. കാണാം.